വല്ലാത്ത നാണക്കേടായിപ്പോയി. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മളാണോ പിടിച്ചു കിടത്തിയത്? വലിഞ്ഞു കയറി വന്നതല്ലേ. എല്ലാം നമുക്ക് ശരിയാക്കാം മമ്മി. ശരിയാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ മരുമകളെന്നും പറയുന്ന നാലാളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? കുറച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ആ ക്രൈസ് എന്ന് പറയട്ടെ. ഏയ്, എന്താ എല്ലാരും കൂടെ? രാധ ചേച്ചി എന്താ വരാത്തത്? രാധ ചേച്ചിക്ക് ഇനി എങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുമോ? രാധ ചേച്ചി ഇല്ലാണ്ട് കളിക്കാൻ ഒരു സുഖമില്ല. ചേട്ടൻ ഇനി പോകുമ്പോ ഞങ്ങളും വരും. എന്തിനാ? രാധ ചേച്ചി കാണാൻ. ചേച്ചിയെ കാണുമ്പോ ചേച്ചി പഠിപ്പിച്ച ഡാൻസ് ഞങ്ങൾ സ്കൂളിൽ കളിച്ചെന്ന് പറയണം. ഹൈ, ഡാൻസോ? എന്ത് ഡാൻസ്? എല്ലാരും കൂടെ കളിച്ചാ എങ്ങനെ ശരിയാവാ? ഒരാള് കളിച്ചാ മതി. എന്നാ ഞാൻ കളിക്കാം. എന്നാ സുശീല കാണിക്കേ. പിച്ചകപ്പൂവും ഇത്തിരി ഒന്ന് പിണങ്ങി, ഇത്തിരി ഒന്ന് പിണങ്ങി, കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി, കവിളുകൾ കണ്ണീർ ചാലായി, കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി, കവിളുകൾ കണ്ണീർ ചാലായി. കാറ്റു ചോദിച്ചു, കുരുവി ചോദിച്ചു, എന്താണിത്ര വല്ലായ്മ? കാറ്റു ചോദിച്ചു, കുരുവി ചോദിച്ചു, എന്താണിത്ര വല്ലായ്മ? പൂവും മിണ്ടിയില്ല, തുമ്പി മിണ്ടിയില്ല, കൂട്ടുകാരെണ്ടും പറന്നുപോയി, കൂട്ടുകാരെണ്ടും പറന്നുപോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ മനുഷ്യൻ എനിക്ക് വേണ്ടാന്ന്. പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയായി പോയില്ലേ. എനിക്കൊന്ന് ചത്താ മതിയായിരുന്നു. എവിടെയെങ്കിലും പോയി ചത്താ മതി. ഇനി മേലാൽ ഈ പടി ചവിട്ടിയുടെ കാലം മുട്ടിച്ച തലി ഓടിക്കും. എന്റെ പട്ടി വരും നിങ്ങളുടെ പടിയാവട്ടെ. നോക്കിക്കോ, എനിക്ക് ചോദിക്കാനും പറയാൻ തന്റെ തള്ളയെല്ലാം വെളുത്തു പാടി. എന്നിട്ട് നാടുകളോട് പറ നിന്റെ ഭർത്താവ് കള്ളുകൂടിയാണെന്ന്. ചെറ്റേ. എന്താ നാട്ടുകാരെ എന്നൊക്കെ നടക്കുന്നു. രാജനായരെ, എന്താ? ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ പാടത്തേക്ക് പോവുക. അവിടെ കൂലിക്കാര് പണിയെടുക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് പോവൂ. ഒന്നിങ്ങോട്ട് കയറി വരും. ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് തുറന്നു വിടൂ. തുറന്നു വിടുകയെ? ആ, ഇവിടത്തെ ആ കുരൂരുത്തം കെട്ടോളും നിങ്ങളുടെ അനന്തരവും വാസുണ്ണിയും കൂടെ ഇന്നലെ രാത്രി എന്നെ അതിനകത്തിട്ട് പൂട്ടിയിട്ട് ഒളിച്ചോടി പോയി. എന്റെ അനന്തരവൻ വാസുണ്ണി നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയെന്നു? ശങ്കരനായരെ, ഞാൻ സത്യം പറയാമല്ലോ, എന്റെ അനന്തരവനായതുകൊണ്ട് പറയല്ല. അവൻ വളരെ നല്ലവനാണ്. നിങ്ങളുടെ ഭാര്യയെ അവൻ പൊന്നുപോലെ നോക്കിക്കൊടുത്തു. അതൊക്കെ ഇരിക്കട്ടെ, നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് തുറന്നു വിടും. ഗുരുവായൂരപ്പാ, എന്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പേ വാസുണ്ണിയെ നീ ഒരു കര പറ്റിച്ചല്ലോ. ഇനി ഈ വിളി കേൾക്കണ്ടല്ലോ. എവിടെ? ശങ്കരനായരെ, വലിയ താഴിട്ടാ പൂട്ടിയിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ കിട്ടൂല. തന്നെയല്ല, ഒരാൾ പൂട്ടിയ താഴ് മറ്റൊരാൾ തുറന്നാ പോലീസ് കേസാവും. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ പോയി കൊല്ലനെ വിളിച്ചുകൊണ്ട് വരാം. ഉറക്കായോ? എന്താ? വീഡിയോ ഉണ്ടാവും ഒന്നെടുക്കാൻ. ഞാൻ വലിക്കാറില്ല. തീപ്പെട്ടി? വേണ്ട, എടുക്കല്ല. ഉറങ്ങാറല്ലേ? ഉറക്കം വരണില്ല. അതെന്താ ഉറക്കം വരാത്ത? അല്ല, പണിയും കഴിഞ്ഞ് വരുമ്പോ
എന്തെങ്കിലും കുറച്ച് അകത്താക്കി അവളെയും പത്ത് പറഞ്ഞ് അവിടെ വായിരിക്കുന്നതും കേട്ട് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റൂല. എന്നാ ഒരു 100 മില്ലി അടിക്കാന്ന് വെച്ചാ അതിനൊരു രസം തോന്നണില്ല. കഴിച്ചിട്ടിപ്പോ ആരുടെ മെക്കെട്ട് കയറാനാ? ഉറക്കം വരുന്നില്ലേ? ആ ഉറങ്ങണം. ഞാനെന്നാ അതെന്താ? അവളെ ഡൽഹിയിൽ കോർട്ടിൽ കളിച്ച ശീലം ഇവിടുത്തെ കോർട്ടൊന്നും അവക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ടാ. അതൊന്നും സാരമില്ലെന്നേ. വരൂ, കമോൺ. അസലായി കളിക്കും. ഡൽഹിയില് കളിയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതാണോ ചേട്ടൻ പറഞ്ഞു കേൾക്കാതെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചേച്ചി, ഇക്കരെ എന്നാൽ അക്കരപ്പച്ച കാണുന്നത് സ്വാഭാവികമാണ്. അതിനുവേണ്ടി ജീവിതം പണയം വെച്ച് കളിക്കരുത്. ചേട്ടൻ ഇപ്പൊ വന്നിട്ട് എത്ര നാളായെന്ന് ഓർമ്മയുണ്ടോ? എനിക്കറിയാം ചേട്ടന്റെ സ്വഭാവം. ഭയങ്കര പിടിവാശിക്കാരനും. മൂപ്പരിന് വരികയില്ല. ഓരോ മനുഷ്യരുടെ രക്തത്തിലും ഓരോ സംസ്കാരങ്ങളുണ്ട്. വേഷം മാറിയതുണ്ടോ ഭാഷ മാറ്റിയതുണ്ടോ അതൊന്നും മാറാൻ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിച്ചോളൂ.